എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായെങ്കിലും നിങ്ങൾ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നമ്മുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഉള്ളി വഴറ്റി സമയം കളയാതെ കുക്കറിൽ വളരെ പെട്ടെന്ന് ഉള്ളി വഴറ്റി ഉണ്ടാക്കുന്ന ഒരു മട്ടൺ കറിയുടെ റെസിപ്പിയാണ്. പണ്ട് നമ്മൾ മുട്ടക്കുരുമയിൽ ഉള്ളി വഴറ്റി സമയം കളയേണ്ടെന്നുള്ള ഹെഡിങ്ങോടുകൂടി അപ്ലോഡ് ചെയ്ത ആ ഒരു മെത്തേഡ് ഇപ്പോൾ യൂട്യൂബിൽ പല ചാനൽസിലും ട്രൈ ചെയ്ത് സക്സസ് ആയെന്ന് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ ചേച്ചി ഇന്ന ചാനൽ കോപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെക്കാട്ടിലും ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ള മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ വരെ അതേ ഹെഡിങ്ങോടുകൂടി മുട്ടക്കുരുമയൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കാണുമ്പോൾ. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ ഒത്തിരി സന്തോഷമുണ്ടാണ് നമ്മുടെ ഒരു മെത്തേഡ് യൂട്യൂബിൽ ഹിറ്റായല്ലോ എന്ന് കാണുന്നതിൽ. അപ്പോൾ ഇന്ന് നമ്മൾ മട്ടൺ കറിയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. പണ്ട് ഞാൻ ഉള്ളിയും മട്ടനും എല്ലാം ഒരുമിച്ചിട്ട് ഒരു ബാച്ചിലേഴ്സ് വേർഷൻ ഓഫ് മട്ടൺ കറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ കറിയാണ്. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ല കുറുകിയ ചാറോടുകൂടിയ മട്ടൺ കറിയാണ്. അപ്പോൾ 1 കിലോ മട്ടൺ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി എടുത്തു വെച്ചിരിക്കുവാണ്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3-4 തൊളിയോടുകൂടിയ വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പിലയും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 കിലോ മട്ടണിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അതിനായിട്ട് ഞാൻ 3 മീഡിയം സൈസിലുള്ള സവാളയും 1 പിടി കൊച്ചുള്ളിയും വലിയ 7-8 വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി കഷ്ണവും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി നമ്മളിതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്രാമ്പു, 1-2 കഷ്ണം പട്ട, 3 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കുരുമുളകും 1 ബേ ലീവ്സുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ തീയിൽ നല്ലൊരു മണം വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം. സവാളയുള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരയുമ്പോഴും ഒരുമിച്ച് അരിഞ്ഞിട്ടാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റൗവിന് ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും പിന്നെയും നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി ലാസ്റ്റ് 1 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാം. ഉള്ളി അവിടെ ഇരുന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാം. അപ്പോൾ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാതെ വെച്ചിരിക്കുന്ന പാനിലേക്ക് നമുക്ക് കുമിഞ്ഞ 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 5.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. രണ്ടും കുമിഞ്ഞ ടീസ്പൂണാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ആ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വരും, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ മട്ടൺ കറിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല നേർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടും. ചെറുതായിട്ട് അടിയൊന്ന് കരിയുന്ന രീതിയിൽ, ഒന്ന് അടുക്കി പിടിക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ അടിയിൽ ചെറുതായിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി കിട്ടും. ആ ഒരു കാരമലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിക്കൊന്ന് ചെറുതായിട്ട് പിടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പൂൺ വെച്ചിട്ട് അത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി അരിഞ്ഞ് ചേർക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടപ്പ് വെച്ച് അടച്ചു വെക്കാം. നമ്മൾ വെയിറ്റ് വെക്കാതെയാണിത് അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെയിറ്റ് ഇല്ലാതെ ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ നല്ല കുറുകി മസാല പോലെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളായിട്ട് ചെയ്യേണ്ട ജോലികളൊക്കെ വളരെ കുറവാണ്, തനിയെ അവിടെ ഇരുന്ന് ആയിക്കോളും. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ചെറിയ പൊട്ടാറ്റോ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് വലുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്ന മട്ടൻ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലിനും ലോ ഫ്ലെയിമിൽ 2-3 വിസിൽ മട്ടൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വിസിലെല്ലാം അടിച്ചിട്ടുണ്ട്. നമുക്കിതിനെ തുറന്ന് നോക്കാം. നല്ല മണമാണ് ഈ സമയത്തൊക്കെ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടാൽ തന്നെ അറിയായിരിക്കും നല്ല കുറുകിയ മട്ടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടിക്കോളൂ. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഫോളോ ചെയ്ത് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വീണ്ടും നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കുറുകിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.